എല്ലാവർക്കും നമസ്കാരം. സമീപകാലത്ത് നമ്മുടെ സർക്കാരിൻ്റെ തള്ളിമറിക്കലുകൾ നമ്മൾ ഒരുപാട് കേട്ടു. എന്താ തള്ളിമറിക്കലായിരുന്നു! കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ്. ഇവിടെ എത്ര ലക്ഷമാണ്? 3 ലക്ഷം 3.5 ലക്ഷം പുതിയ സംരംഭങ്ങളാണ് കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയത്. മറ്റേതാണ് മറിച്ചതാണ് ഭയങ്കരം. ഇത് കേൾക്കുന്നവർ വിദേശത്തും അല്ലെ സംസ്ഥാനത്തിന് പുറത്തുള്ളവരൊക്കെ വിചാരിക്കൂ എന്തോ ഭയങ്കര വളർച്ചയാണ് കേരളത്തിൽ. കേരളത്തിൽ വ്യവസായങ്ങൾ അങ്ങ് തഴച്ച് വളരുകയാണെന്നാണ് പലരും വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ എന്തോ ഒരു സമ്മിറ്റൊക്കെ നടത്തി പല ആൾക്കാരും അത്ര രൂപ ഞങ്ങൾ മറിക്കും, ഇത്ര രൂപ ഞങ്ങൾ നിക്ഷേപിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഘോഷവും ആർപ്പാടമൊക്കെ നടത്തി. ദാണ്ട കിടക്കുന്നു ഇന്നലെ CAG റിപ്പോർട്ട്. എത്ര 58 എങ്ങാണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻ നഷ്ടത്തിൽ ആണെന്നും പറഞ്ഞ് CAG റിപ്പോർട്ട്. അതിനകത്ത് പലതും അടച്ചു പൂട്ടിയ അതിനകത്ത് റിപ്പോർട്ടിലുണ്ട്. അതേസമയം ഇത് നമ്മുടെ സർക്കാർ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. അന്നേരം പറയും CAG അത് കേന്ദ്ര സർക്കാരിന് മോദി പറഞ്ഞിട്ട് ഞങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്, മറ്റേതാണ് മറിച്ചതാണെന്നും പറയും. ഇപ്പോൾ ഇവിടെ കിടന്ന് സൈബർ സഖാക്കന്മാർ തന്നെയല്ല, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി നോക്കിയോ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ, മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രിയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇനിയും പ്രസ്ഥാനമായിട്ട് ഇറങ്ങും. ഇത് ചുമ്മാതാണ്, ഇത് കള്ളത്തരമാണ്, ഇവിടെ ഒരു വ്യവസായ സ്ഥാപനം പോലും പൂട്ടിയിട്ടില്ല, സർക്കാരിൻ്റെ ഒരു സ്ഥാപനം പോലും പൂട്ടിയിട്ടില്ല, ഞങ്ങൾ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തി ലാഭത്തിലാക്കിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ട് ഇറങ്ങും. ഈ കാരണം ഇപ്പോൾ അടുത്ത ഇനി പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകണം. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അത് കഴിയുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പോഴത്തേക്ക് ഇവർ ഇപ്പോൾ തള്ളു തുടങ്ങും. ഈ തള്ളു തുടങ്ങുമ്പോൾ ജനങ്ങളൊന്ന് ചിന്തിക്കുക. എൻ്റെ അടുത്ത് തന്നെ 1-2 പേരുണ്ട്. വർഷങ്ങളായി 1.5 വർഷത്തിൽ കൂടുതലായി ശമ്പളം കിട്ടിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഏത് സ്ഥാപനമാണ്? കേരള സർക്കാർ നേരിട്ട് നടത്തുന്ന ട്രാക്കോ കേബിളിലെ ഉദ്യോഗസ്ഥൻ. എൻ്റെ തൊട്ടടുത്ത വീട്, എൻ്റെ അയൽവാസി എന്ന് പറയാം. 1.5 വർഷത്തിൽ കൂടുതലായി ശമ്പളം കിട്ടിയിട്ട് നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന സ്ഥാപനമായിരുന്നു. CPM-ൻ്റെ, അതായത് പിണറായി വിജയൻ്റെ ഭരണം വന്നതോടുകൂടി അത് നശിച്ച് നാറാണ കല്ല് വെച്ച് നഷ്ടമായി. തൊഴിലാളികൾക്ക് 1.5 വർഷം കൊണ്ട് ശമ്പളം കൊടുക്കുന്നില്ല. ഇത് ഒന്ന് ആലോചിച്ച് നോക്കാൻ നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇതാണ് പല സർക്കാർ സ്ഥാപനങ്ങളുടെ അവസ്ഥ. ഇവർ സമരം ചെയ്യത്തില്ല. ഈ നിസാര കാര്യത്തിന് CITUകാർ സമരം ചെയ്യും. ഒരു കമ്പനി തുടങ്ങിയാൽ അതിനെ പൂട്ടിക്കെട്ടാൻ വേണ്ടി വരെ സമരം ചെയ്യുന്ന വിദ്വാന്മാർ ഈ ഒരു കമ്പനി ഇത്രയും നാൾ 1.5 വർഷം കൊണ്ട് ശമ്പളം കിട്ടാതെ ആളുകൾ നരയിച്ചിട്ട് ആരാണ്ട് ആത്മഹത്യയൊക്കെ ചെയ്തു. ഈ അവിടെ ശമ്പളം കിട്ടാതെ ചികിത്സ ഒക്കെ മുടങ്ങുമോ, മക്കളുടെ ചികിത്സ ഏതാണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് CITU എന്ത് ചെയ്യേ? തൊഴിലാളി പ്രസ്ഥാനം എന്ത് ചെയ്യേ? തൊഴിലാളികളുടെ സംഘടന CITU അവരനങ്ങുന്നില്ല. എന്തുകൊണ്ട് അനങ്ങത്തില്ല? അവരൊരു കോണിയിൽ നിന്ന് സ്ഥാപനങ്ങളെല്ലാം അടച്ച് പൂട്ടിക്കാൻ ശ്രമിക്കുന്നവരാണ്. അവർ ഭരണത്തിലല്ലെന്നുണ്ട്. ഇപ്പോൾ അവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ അവർ സമരം ചെയ്യത്തില്ല. വ്യാജ പ്രചരണം കൊണ്ട് നടക്കും കേരളം വ്യവസായ സൗഹൃദ രാജ്യം. ഈ കേരളത്തിൽ വന്ന് വ്യവസായം തുടങ്ങി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ യൂണിയനുകളുടെ അതിപ്രസരം നിർത്തണം. യൂണിയനുകൾ അവിടുത്തെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന നല്ല കാര്യമാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ഒരാൾ ഇവിടെ വന്ന് പണം മുടക്കിയാൽ അവൻ്റെ ആ ഒരു ലാഭവും കൂടെ പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ പണം മുടക്കുന്നത്. അവനൂടെ സഹായകരമായിട്ടുള്ള നിലപാടുകളാണ് ഈ ട്രേഡ് യൂണിയനുകൾ എടുക്കുന്നത്. അത് CITU ആയാലും INTUC ആയാലും BMS ആയാലും ആ ഒരു കാര്യത്തെക്കുറിച്ചുകൂടെ നമ്മൾ ചിന്തിക്കണം. ഒരാൾ 10 പൈസ ഇവിടെ മുടക്കിയാൽ ആ 10 പൈസയിൽ നിന്ന് അവന് ഒരു 15 പൈസ എങ്കിലും ലാഭം കിട്ടിയാലേ അവന് മറ്റ് ചിലവുകളും എല്ലാം കഴിഞ്ഞ് ഈ തൊഴിലാളിക്ക് ശമ്പളവും കൊടുത്ത് വാടകയും കൊടുത്ത് കറണ്ട് ചാർജും കൊടുത്ത് അവന് ഒരു പൈസയെങ്കിലും അവൻ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരാൾ പിന്നെ സംരംഭം തുടങ്ങുന്നത്? ആരും തുടങ്ങുമോ? ഇല്ല. 10 പൈസ ചിലവാക്കി
15 പൈസ ഇങ്ങോട്ട് ഒരു വരവുമില്ല, 15 പൈസ ഒക്കെ കയ്യിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ആര് ഇത് ചെയ്യും? അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ സർക്കാരിൻ്റെ ആയാലും സ്വകാര്യ സ്ഥാപനങ്ങളായാലും നമുക്ക് തന്നെ അറിയാം. എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലാത്തത് വലിയ വലിയ സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ CPM-ഉം CIT-യും സമരം ചെയ്ത് പൂട്ടിച്ചിട്ടുണ്ട്. പുനലൂർ പേപ്പർ മില്ല്, അത് ചുരുക്കം ചിലതിൻ്റെ കാര്യം ഞാൻ പറയുന്നുള്ളൂ. പുനലൂർ പേപ്പർ മില്ല് ചവറയല്ല, നമ്മുടെ കൊല്ലത്തിനിപ്പുറത്തൊരു സ്ഥലമുണ്ട്, കൊട്ടിയം, അത് അടുത്തങ്ങാണ്ട് കുണ്ട്രയിലെ ഒരു വലിയൊരു സ്ഥാപനം അലൈഡോ. അതുപോലെ കോട്ടയത്ത് ഗ്വാളിയോർ മാവൂർ റയോൺസ്, ഇതുപോലെ ഒരുപാട് കമ്പനികൾ CPM-ഉം CIT-യും സമരം ചെയ്ത് പൂട്ടിച്ചു. നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പം ആ സ്ഥാപനങ്ങൾ നിന്നിടത്തൊക്കെ വലിയ കാട് വളർന്ന് കെട്ടിടം ഏതോ ഒരു ഭാർഗവീ നിലയം പോലെ ഇതൊക്കെ കാണുമ്പോൾ കാട്ടിനകത്തിലൊരു പ്രേതാലയം പോലെ ഇങ്ങനെ നിൽക്കുന്നു. അതിനകത്തിൽ ഈ ഇഴജന്തുക്കളും ക്ഷുദ്രജീവികളും ഒക്കെ വളരുന്ന വലിയ സമീപവാസികൾക്ക് പോലും വളരെ ഉപദ്രവകരമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് പലയിടത്തും നിലനിൽക്കുന്നത്. ഇതെല്ലാം ആരാ ചെയ്തേക്കുന്നത്? ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇത്തരം സ്ഥാപനങ്ങൾ പൂട്ടിച്ചതൊന്നും മറ്റൊരു തൊഴിലാളി സംഘടനയല്ല. അതിനകത്ത് INTUC-ക്കോ BMS-നോ അല്ലെ AITUC-ക്കോ ഒന്നും ഒരു പങ്കുമില്ല. CITU എന്ന് പറയുന്ന ഈ തൊഴിലാളി സംഘടനയാണ് ഇവിടുത്തെ വ്യവസായങ്ങൾ മൊത്തം നശിപ്പിച്ചത്. വേണ്ട തോഷിബാനന്ദെന്നും പറഞ്ഞ് വലിയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചിയിൽ, അതും ഇതേപോലെ പൂട്ടിച്ചു. ഇതുപോലെ എണ്ണം എടുക്കാമെങ്കിൽ 100 കണക്കിന് സ്ഥാപനങ്ങളാണ് CIT-ക്കാർ സമരം ചെയ്ത് പൂട്ടിച്ചത്. അത് നഷ്ടം ഉണ്ടാക്കി അവർ ജീവനും കൊണ്ട് ഇതെല്ലാം കളഞ്ഞേച്ച് അവരുടെ സ്വത്തും കളഞ്ഞ് അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടുന്ന് കേരളം വിട്ട് രക്ഷപ്പെടുകയായിരുന്നു. ഇങ്ങനൊക്കെ ഇത്തരം ഇത്തരം സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഇളമരം കരീമെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആസ്തി ഇന്ന് ആലോചിച്ച് നോക്കുക. എത്ര കോടി രൂപയുടെ ആസ്തിയാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് പാവപ്പെട്ടവൻ്റെ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ട്. അപ്പോൾ ഇവരൊക്കെ നിങ്ങൾ പണം ഉണ്ടാക്കിക്കൂ, പക്ഷേ അതിലുപരി ഇവിടെ ഒരു സ്ഥാപനം നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് വേണ്ടി പൈസ മുടക്കുന്നവൻ്റെ സ്ഥാനത്ത് നിന്നൂടെ ഇത്തരം നിങ്ങൾ നേതാക്കന്മാർ ചിന്തിക്കണം, ആലോചിക്കണം. അത് ആലോചിച്ച് പ്രവർത്തിക്കാത്തിടത്തോളം കാലം ഏതെങ്കിലും ഒരു ആൾ ഒരു സ്ഥാപനം തുടങ്ങാൻ വന്നാൽ അവനെ ചൂഷണം ചെയ്ത് അവൻ്റെ സമ്പത്ത് അടിച്ചു മാറ്റാൻ ഈ നേതാക്കന്മാർ ശ്രമിക്കാതെ CIT-യുടെ നേതാക്കന്മാർ ചെയ്യുന്ന പരിപാടി എങ്ങനെയും പൂട്ടിക്കുക, അവൻ്റെ കയ്യിൽ നിന്ന് പരമാവധി ഊറ്റുക, ഇല്ലാത്ത കാര്യത്തിന് സമരം ചെയ്യിച്ചിട്ട് അത് ആ സമരം പിൻവലിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞ് അത് ഊറ്റുക, അവനെ നശിപ്പിക്കാൻ ശ്രമിക്കാതെ. നമ്മുടെ കിറ്റക്സുകാരൻ ഇവിടുന്ന് തെലങ്കാനയിൽ പോയത് എന്തുകൊണ്ട്? ഇത് ഈ പാർട്ടിയുടെ നയം, അവർ തൊഴിലാളി പാർട്ടിയാണെന്നൊക്കെ പറയുമെങ്കിലും ആ പാർട്ടിയുടെ നയം കാരണമാണ് അയാളും ജീവനും കൊണ്ട് ഓടി. ഇങ്ങനെ പലരും ഓടിക്കൊണ്ടിരിക്കുക. ഇനിയെങ്കിലും ആവർത്തിക്കാതെ, ഇത് തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സംഭവിച്ചിരിക്കുന്നത്. ഇത് ആവർത്തിക്കാതെ നമ്മുടെ നാട്ടിൽ വ്യാവസായികമായി നമ്മൾ വളരണമെങ്കിൽ തമിഴ്നാട്ടിനെ കണ്ടുപിടിക്കുക. അവിടുത്തെ പണ്ട് കാലത്ത് നമ്മുടെ ഈ നാട്ടിൽ തമിഴരായിരുന്നു ജോലി മൊത്തം. ഇപ്പോഴത്തെ ബംഗാളികളുടെ സ്ഥാനത്ത് തമിഴരായിരുന്നു ഇതുള്ള തൊഴിലുമായിട്ട് ഇറങ്ങിയിരുന്നത്. നേരം സൂര്യൻ ഉദിക്കുമ്പോൾ അവർ പണിക്കിറങ്ങിയാൽ അസ്തമിക്കുന്നിടം വരെ പണിയുമായിരുന്നു. അവരെ പോലും അവസാനം CIT-ക്കാർ ഇടപെട്ട്, എൻ്റെ നാട്ടിൽ ഞാൻ പത്തളത്തുകാരനാണ്, ഇവിടെ തമിഴർ ഇഷ്ടത്തിന് ഉണ്ടായിരുന്നു. അവർ അവസാനം ഈ നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള ഈ CIT പോലുള്ള ഇത് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ 10 മണിക്ക് ജോലിക്ക് വന്ന 5 മണിക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെക്കാട്ടിൽ വളരെ ഇതായിട്ടായിരുന്നു അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന. ഒരു അയ്യം കളയ്ക്കാനോ കൂലിപ്പണിക്കോ എന്തിനു പിടിച്ചായിരുന്നു. ആ സ്ഥാനത്ത് തമിഴന്മാരിങ്ങനെ വന്ന് പണി ചെയ്യാൻ തുടങ്ങിയപ്പം അവർ വെട്ടം വീഴുമ്പോൾ പണിയാൻ തുടങ്ങിയാൽ ഇരുട്ടുന്നിടം വരെ പണി ചെയ്യുമായിരുന്നു. നാട്ടുകാർ അവരെ വിളിച്ച് ചെയ്യിക്കാൻ തുടങ്ങി. അപ്പോഴത്തെ ഇവരിളകി, CIT യൂണിയൻകാരിളകി, അത് ഒക്കത്തില്ലെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി തമിഴരെ കൊണ്ട് അവർ ചെയ്യിക്കുന്നതിന്. എന്നാലും അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുമായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഇവർ ചെയ്യുന്നതിനെക്കാട്ടിൽ. അങ്ങനെ തമിഴരായിരുന്നു ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലെ ഈ ബംഗാളികളുടെ സ്ഥാനത്ത് ഈ സർവ്വ മേഖലയിലും. ഇന്ന് ഏതെങ്കിലും ഒരു തമിഴിനെ കാണാനുണ്ടോ? ഇല്ല. എന്താണ് അവിടെ ഏത് പാർട്ടി ആണെങ്കിലും, ഭരിക്കുന്ന ഏത് പാർട്ടി ആണെങ്കിലും അവരവിടെ വ്യവസായം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്.
പരമാവധി വ്യവസായങ്ങൾ കൊണ്ടുവരാൻ. അങ്ങനെ വ്യവസായങ്ങൾ ഒരുപാട് വന്നു. അവിടുത്തുകാർക്ക് അവിടെ തന്നെ തൊഴിൽ കിട്ടിയതോടുകൂടി അവർക്ക് കേരളത്തിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ നിന്ന് അവർ മുക്തരായി. അതാണ് നമ്മൾ ഇവിടുത്തെ സർക്കാരുകളൊക്കെ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിലും ചെന്ന് ഈ സാംസങ്ങിൻ്റെ സ്ഥാപനത്തിൽ യൂണിയൻ ഉണ്ടാക്കാൻ നോക്കിയിട്ട് അവിടെ സമരം ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്യാൻ, ഇതെല്ലാം ഇവർ ചെയ്യുന്നത് എന്തിനാണ്? ഈ ഇന്ത്യയിൽ ഒരിടത്തും വ്യവസായം വരാതിരിക്കാൻ ഇവർ അനുവദിക്കത്തില്ല. CITU അനുവദിക്കത്തില്ല ഇന്ത്യയിൽ വ്യവസായം വരാൻ. കാരണം ഇന്ത്യയിൽ വ്യവസായം വന്നാൽ ഇന്ത്യ വ്യാവസായികമായിട്ട് വളരും. അത് കേരളമൊന്നുമില്ല, ഏതൊരു സംസ്ഥാനത്ത് വന്നാലും വളരും. ഇവരിതിനെ അനുവദിക്കത്തില്ല. എന്തുകൊണ്ട്? ചൈനയ്ക്ക് ദോഷമായിട്ട് ഭവിക്കും ഇന്ത്യയിൽ വ്യവസായങ്ങൾ വളർന്നാൽ. ചൈനയ്ക്ക് തന്നെ ഇപ്പോൾ ഭീഷണിയാണ്. ഈ പല വ്യവസായങ്ങളും ഇന്ത്യയിലോട്ട് ചൈനയിൽ നിന്ന് പറിച്ചു നടപ്പെടുകയാണ്. ചൈനയെ സാമ്പത്തികമായിട്ട് അത് വളർച്ചയെ ബാധിക്കും, ഇന്ത്യ വളരും. ഇത് തടയിടുക എന്നുള്ളതാണ് CPMൻ്റെ ലക്ഷ്യം. ചൈനയ്ക്ക് ദോഷകരമായിട്ടുള്ള ഈ നിലപാടുകൾ കമ്പനികൾ എടുക്കുന്നതിനെ തടയിടുക എന്നുള്ളതാണ് CPMൻ്റെ ലക്ഷ്യം. CPM ഒരിക്കലും ഇന്ത്യ വളരാൻ അനുവദിക്കത്തില്ല, ഇന്ത്യ ശക്തിപ്പെടാനും അനുവദിക്കത്തില്ല. അവർ എന്നും ചൈനയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു കൂട്ടരാണ്. ഈ അടുത്ത സമയത്ത് തന്നെ ഗോവിന്ദൻ പറഞ്ഞു, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞ എന്താണ്? BJP ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയുടെ വളർച്ചയെ തടയാൻ ശ്രമിക്കുന്നു അയാൾ കുറ്റപ്പെടുത്തുമായിരുന്നു ചെയ്ത്. എന്നാൽ ഒരു ദേശത്തോട് സ്നേഹമുള്ള ആളാണെങ്കിൽ പറയും ചൈന ഇന്ത്യ ചൈനയെക്കാട്ടിൽ വളരണം എന്നേ പറയത്തുള്ളൂ. ഇയാൾ നേരെ തിരിച്ച് കുറ്റപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെ ചൈനയുടെ വളർച്ചയെ തടയാൻ ശ്രമിക്കുകയാണെന്ന്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ CITUവിൻ്റെ ആ നിലപാട് എന്താണെന്ന്. ആ തമിഴ്നാട്ടിൽ സാംസങ്ങിൽ സമരം ചെയ്ത ഇതേ ഉദ്ദേശത്തിൽ തന്നെ ആയിരുന്നു. സാംസങ്ങിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ പ്ലാന്റുകളിലൊന്ന് ഇവിടെ ചെന്നൈയിലാണ്, മദ്രാസിൽ, തമിഴ്നാട്ടിൽ. എങ്ങനെയാലും സമരം ചെയ്ത് അത് പൂട്ടിക്കുക. അത് പൂട്ടിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സാംസങ്ങിൻ്റെ ചൈനയിലെ യൂണിറ്റ് ശക്തിപ്പെടും. ഇതൊക്കെയാണ് CITUവിൻ്റെയും CPMൻ്റെയും കയ്യിലിരിപ്പ്. അപ്പോൾ അങ്ങനെയുള്ള അവർ ഇവിടെയുള്ള സംരംഭങ്ങൾ, വ്യവസായങ്ങൾ പൂട്ടാനേ ശ്രമിക്കത്തുള്ളൂ, പൂട്ടിക്കെട്ടാനേ ശ്രമിക്കത്തുള്ളൂ. അത് സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും. എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറഞ്ഞ് ഞങ്ങൾ വ്യവസായങ്ങൾ കൊണ്ടുവരുക, 3 ലക്ഷം വ്യവസായം കൊണ്ടുവന്നു, ഇനിയും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. ഇത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളതേക്കുറിച്ച് ചിന്തിക്കണം. ഇത്തരക്കാരെ ഇവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ കൂടി നമ്മൾ അവർക്ക് ഉള്ള മറുപടി കൊടുക്കണം. ഇല്ലെങ്കിൽ കേരളം ഇനിയും എന്നെന്നും പിന്നോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കും. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വളർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ തളർന്ന് വീണുകൊണ്ടേയിരിക്കും. അത് അനുവദിക്കാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കുക. അതുമാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.